യെസ് പ്രിന്റു, കേൾക്കാമെങ്കിൽ ഏത് തരത്തിലാണ് ഡോക്ടർ നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ഒരു ബഡ്ജറ്റിനെ ഒരു യുവാക്കളുടെ പ്രതിനിധി എന്ന രീതിയിൽ യുവത്വത്തിൻ്റെ ഒരു ഭാഗധേയം നിർണ്ണയിക്കാൻ എന്തൊക്കെ ഇടപെടലുകളാണ് ഡോക്ടർ നിർമ്മല സീതാരാമൻ ഈ ഒരു ബഡ്ജറ്റിലൂടെ ആവിഷ്കരിച്ചിരിക്കുന്നത്, വിഭാവനം ചെയ്തിരിക്കുന്നത് എന്ന് എങ്ങനെ നമുക്ക് വിലയിരുത്താം? താങ്കളുടെ അഭിപ്രായം? തീർച്ചയായും യുവാക്കൾക്ക് ആത്മവിശ്വാസം പകരുന്ന ഒരു ബഡ്ജറ്റായിട്ടാണ് ഇടക്കാല ബഡ്ജറ്റിനെ നമ്മൾ കാണേണ്ടത്. കാരണം നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലെത്തിയ സമയത്ത് അദ്ദേഹം പറഞ്ഞ 4 പില്ലേഴ്സ്: 1 സ്ത്രീകൾ, 2 കർഷകർ, 3 ദരിദ്രർ, 4 യുവാക്കൾ. അതിൽ നമുക്കറിയാം ലോകത്തുള്ള ആഗോള യുവശക്തിയുടെ 45% ഈ ഭാരതത്തിലാണ്. സ്വാഭാവികമായി ഇനിയുള്ള കാലഘട്ടത്തിൽ ലോകത്തെ നയിക്കേണ്ടത് ഭാരതമാണെന്നുള്ള കൃത്യമായ ബോധ്യം NDA സർക്കാരിനുണ്ട്. അതുകൊണ്ട് തന്നെ ഈ രാജ്യത്തിലെ യുവാക്കളുടെ മാൻ പവറിനെ കൃത്യമായി വിനിയോഗിച്ചുകൊണ്ട് ലോകശക്തിയാകാൻ പോകുന്ന ഭാരതത്തിനെ മുതൽക്കൂട്ടാക്കുന്ന രീതിയിലുള്ള യുവാക്കളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്കും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്കും തൊഴിൽപരമായ പ്രവർത്തനങ്ങൾക്കും കൃത്യമായിട്ട് ഒരു നയപരമായിട്ടുള്ള ഒരു രേഖ തയ്യാറാക്കുകയാണ് സത്യത്തിൽ ഈ കേന്ദ്ര സർക്കാർ ചെയ്തിട്ടുള്ളത്. നമുക്കറിയാലോ, ഈ ആഗോളതലത്തിൽ തന്നെ ഈ തൊഴിൽ മേഖല എന്ന് പറയുന്നത് വലിയൊരു പ്രശ്നമാണ് യുവാക്കളെ സംബന്ധിച്ചിടത്തോളം. ഇവിടെ റോസ്ഗാർ യോജന പ്രകാരം നരേന്ദ്രമോദി സർക്കാർ 10 വർഷം കൊണ്ട് 1.5 കോടി യുവാക്കൾക്കാണ് തൊഴിൽ നൽകിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ നമുക്കറിയാം ഈ അസംഘടിത മേഖലയിൽ സ്കിൽ ചില മേഖല ITI, പോളി പോലെയുള്ള സ്കിൽ ലേബർമാർ പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാമുകൾ ഏറ്റവും കൂടുതൽ നടപ്പിലാക്കിയിട്ടുള്ള ഒരു സർക്കാരാണ്. സ്വാഭാവികമായിട്ട് നമുക്കറിയാം സ്കിൽ ഇന്ത്യ എന്ന് പറയുന്നത് തന്നെ ലോകത്തിന് മുമ്പിൽ ഭാരതത്തിന്റെ യുവാക്കളെ ഏറ്റവും നേതൃത്വപരമായിട്ടും അവന്റെ തൊഴിൽ ശേഷിയിലും അവന്റെ വർധനവിനെ കൃത്യമായിട്ട് കാണിക്കുന്ന രീതിയിലാണ് സ്കിൽ ഇന്ത്യ പ്രോഗ്രാമുകൾ ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്കറിയാം 2014 മുമ്പ് സ്റ്റാർട്ടപ്പ് പദ്ധതികൾ ഒരു 1000-ൽ താഴെ സ്റ്റാർട്ടപ്പ് പദ്ധതികളാണ് ഈ ഭാരതത്തിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം 1,42,000-ഓളം സ്റ്റാർട്ടപ്പ് പദ്ധതികൾ ഈ രാജ്യത്തിലെ യുവാക്കൾക്ക് വേണ്ടിയിട്ട് ഈ സർക്കാർ നേതൃത്വം നൽകി അതിനു വേണ്ടിയിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് യുവാക്കളെ ഈ രാഷ്ട്രത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനുള്ള വലിയൊരു ശ്രമമാണ് സർക്കാർ നടത്തിയിട്ടുള്ളത്. അപ്പൊ സ്വാഭാവികമായിട്ട് യുവാക്കളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രത്യാശാജനകമായിട്ടുള്ള ഒരു ബഡ്ജറ്റായിട്ടാണ് ഇതിനെ കാണുന്നത്. കാരണം ഒരു ഡിജിറ്റൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ഡിജിറ്റലൈസേഷന്റെ ഭാഗമായിട്ടുള്ള യുവാക്കളാണ്. അപ്പൊ ലോക യുവാക്കൾ ഇന്ന് ഭാരതത്തിലെ യുവാക്കളുടെ ടെക്നിക്കൽ സ്കില്ലിനെ നോക്കി അഭിനന്ദിക്കുന്ന ഒരു സാഹചര്യമാണ് നാം ഇന്ന് കാണാൻ സാധിക്കുന്നത്. ആത്മനിർഭർ ഭാരത് പോലെയുള്ള പദ്ധതികളിലൊക്കെ യുവാക്കളുടെ സാന്നിധ്യം, അതുപോലെ തന്നെ നമുക്കറിയാം കഴിഞ്ഞ റിപ്പബ്ലിക് പരേഡിനകത്ത് യൂത്തായിട്ടുള്ള ആളുകളാണ് സത്യത്തിൽ നമ്മുടെ കേന്ദ്ര സേനയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലൊക്കെ ലീഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ യുവാക്കൾക്ക് കൃത്യമായിട്ടുള്ള ഒരു പങ്കാളിത്തം നൽകിക്കൊണ്ട് രാഷ്ട്ര പുരോഗതിയിൽ ഈ ഭാരതത്തിന്റെ മാൻ പവറിനെ കൃത്യമായിട്ട് പ്രയോജനപ്പെടുത്തുന്ന ഒരു സർക്കാരായിട്ടാണ്. താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഈ യുവാക്കളുടെ ഈ തൊഴിൽ സാധ്യത, ഈ തൊഴിലിടങ്ങളിലെ അവരുടെ പങ്കാളിത്തം, അതാണ് ഏറ്റവും കൂടുതൽ നമ്മൾ പ്രാധാന്യത്തോടെ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം. അതായത് ഭാരതത്തിലെ തൊഴിൽ മേഖല മുമ്പുണ്ടായിരുന്നതിനേക്കാൾ എത്രയോ 10 മടങ്ങ് വർദ്ധിച്ചിരിക്കുകയാണ്. സാധ്യതകൾ തേടുകയാണ്. കൃത്യമായ രീതിയിൽ സാധ്യതകളെ ഉപയോഗപ്പെടുത്താൻ കഴിവുള്ളവർക്ക് ഭാരതം ഏറ്റവും മികച്ച ഒരു തൊഴിൽ അന്തരീക്ഷമുള്ള ഇടമായി മാറിയിട്ടുണ്ട്. മുമ്പ് മറ്റ് രാജ്യങ്ങളെ തൊഴിലിടങ്ങളിലായി ആശ്രയിക്കുന്ന ഒരു പ്രവണത താരതമ്യേന കുറഞ്ഞു വരികയും ഇവിടെ തന്നെ സംരംഭകത്വമടക്കം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കൃത്യമായ രീതിയിലുള്ള തൊഴിൽ അന്തരീക്ഷത്തിൽ മാന്യമായ ശമ്പളത്തോടെ ജോലി ചെയ്യാനുള്ള ഒരു അവസരം തന്നെയാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. അത് തന്നെയാണ് ലോകത്തിൻ്റെ, താങ്കൾ പറഞ്ഞതുപോലെ തന്നെ 45% വരുന്ന യുവത്വത്തിൻ്റെ ഭാഗം അത് ഭാരതത്തിലാവുകയും അവർ കൃത്യമായ രീതിയിൽ രാജ്യ പുരോഗതിക്ക് അവരുടെ കഴിവുകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യുന്നത് അവരെ ഭാരതത്തിലേക്ക് തന്നെ പിടിച്ചു നിർത്താൻ, അവർക്ക് ഭാരതത്തിലെ അന്തരീക്ഷത്തിൽ തന്നെ നല്ല രീതിയിൽ ജീവിത നിലവാരം ഉയർത്തിക്കൊണ്ടുള്ള ഒരു തൊഴിൽ അന്തരീക്ഷം സൃഷ്ടിച്ചു കൊടുക്കുക. അത് കൃത്യമായി ഡോക്ടർ നിർമ്മല സീതാരാമൻ ഈ ഒരു ബഡ്ജറ്റിലൂടെ അവതരിപ്പിച്ചിട്ടുണ്ടല്ലോ. ഒരു സാമ്പത്തിക നയരേഖ, യുവാക്കൾക്കുള്ള ഒരു നയരേഖ എന്നുകൂടി ഈ ഒരു ബഡ്ജറ്റ് നമുക്ക് വിശേഷിപ്പിക്കാം, അല്ലേ? തീർച്ചയായും. കാരണം യുവതയെ കൃത്യമായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ 4 പില്ലേഴ്സിനകത്ത് യുവതയ്ക്ക് കൊടുത്ത പ്രാധാന്യം എന്ന് പറയുന്നത്, ഒന്ന് വിദ്യാഭ്യാസ മേഖല. ഇപ്പൊ എയിംസ് അടക്കമുള്ള ഉന്നത മെഡിക്കൽ മേഖലയിൽ ഉണ്ടായിട്ടുള്ള സ്ഥാപനങ്ങളുടെ എണ്ണത്തിന്റെ വർധനം. മറ്റൊരു കാര്യം, യുവാക്കൾക്കിടയിൽ PG സീറ്റ്. ഇപ്പൊ ഞാൻ പറയുന്നത് പ്രത്യേകിച്ച് യുവാക്കൾക്കിടയിൽ തന്നെ 27%
OBC ഇപ്പൊ PG സീറ്റൊക്കെ നോക്കുന്ന മെഡിക്കൽ മേഖലയൊക്കെ നോക്കുന്ന യുവാക്കളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് ഈ യുവാക്കളിൽ തന്നെ പിന്നോക്ക മേഖലയിൽപ്പെട്ട അധഃകൃത വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ പങ്കാളിത്തം രാഷ്ട്ര പുരോഗതിയിൽ ഉറപ്പുവരുത്തുന്ന ഒരു ശ്രമം ആസൂത്രിതമായിട്ട് ശ്രമിക്കുന്നുണ്ട്. SC/ST വിഭാഗത്തിൽപ്പെട്ട ആളുകൾ, OBC വിഭാഗത്തിൽപ്പെട്ട ആളുകൾ, സ്വാഭാവികമായിട്ട് നമ്മുടെ മെഡിക്കൽ PG മേഖലയിൽ 27% OBC സംവരണമാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ സ്വാഭാവികമായിട്ട് അടിസ്ഥാന ജനവിഭാഗത്തിൽപ്പെട്ട യുവാക്കൾക്കും അതാണ് ഈ സർക്കാരിന്റെ ഒരു കാര്യക്ഷമമായിട്ടുള്ള ഒരു കരുതൽ എന്ന് പറയുന്നത്. അടിസ്ഥാന ജനവിഭാഗം മുതൽ ഏറ്റവും മുകൾത്തട്ടിലുള്ള എല്ലാ ആളുകളെയും ഉൾക്കൊണ്ടുകൊണ്ട് സമഗ്രമായിട്ടുള്ള ഒരു വിദ്യാഭ്യാസ നയം, ആ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായിട്ട് അതിന്റെ പ്രയോജനം ലഭിക്കുന്നത് സ്വാഭാവികമായിട്ട് ഈ രാജ്യത്തിലെ യുവാക്കൾക്കിടയിലാണ്. ഇപ്പൊ ഇവര് ഈ ഇടതുപക്ഷമൊക്കെ ഒരു കണക്ക് കൊണ്ടുവരുന്നുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചു എന്ന് അറിയില്ല. നമ്മളുടെ ഇവിടെ തൊഴിൽപരമായി നോക്കുന്ന സമയത്ത് ഇവിടെ തൊഴിൽ ഇല്ലാത്ത ചെറുപ്പക്കാരുടെ എണ്ണം വർദ്ധിക്കുന്നു എന്നൊരു കണക്ക് പറയുന്നുണ്ട്. അതിന്റെ സാങ്കേതിക പ്രശ്നം ഞാൻ പറയാം. ഈ 18 വയസ്സിൽ മുതൽ 25 വയസ്സ് വരെയുള്ള ആളുകളുടെ നോക്കിയിട്ടാണ് ഇവർ ഇൻഡെക്സ് തയ്യാറാക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മൾ മനസ്സിലാക്കണം, പഴയ കാലഘട്ടത്തിലെ ഭാരതത്തിലെ യുവത വിദ്യാഭ്യാസം എന്ന് പറയുന്നത് 18 വയസ്സ് കഴിഞ്ഞ് നിർത്തുന്ന സാഹചര്യമാണെങ്കിൽ ഇന്ന് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്ക് പ്രവർത്തിക്കാനും പഠിക്കാനുമുള്ള സാഹചര്യം ഇന്ന് ഭാരതത്തിലെ യുവാക്കൾക്കുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് യുവാവ് 18 മുതൽ 23 വയസ്സ് വരെ അവന്റെ പഠന കാലയളവ് ഉന്നത വിദ്യാഭ്യാസവുമായി പോകുന്ന ഒരു സാഹചര്യം ഭാരതത്തിലുണ്ട്. ആ സാഹചര്യത്തിലെ കണക്കിനെയാണ് ഇവർ എന്ത് ചെയ്യുന്നത്, യുവാക്കൾക്ക് തൊഴിലില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ആ ഇൻഡെക്സിനെ ഇപ്പോൾ മാറ്റിക്കൊണ്ട് ഒരു എന്താ പറയാ ഒരു കുത്തിത്തിരിപ്പൻ സമീപനം അല്ലെങ്കിൽ ഒരു പിന്തിരിപ്പൻ സമീപനം പോലെ രാജ്യത്തിലെ യുവാക്കൾക്ക് തൊഴിലില്ല എന്ന് പറയുന്നതിന്റെ ഒരു അടിസ്ഥാനം. അപ്പൊ നമ്മൾ ഇതിന്റെ ഒരു ആധികാരിക വശം നോക്കിക്കഴിഞ്ഞാൽ ഈ പഴയതുപോലെയല്ല. പണ്ട് 18 വയസ്സിൽ നിന്ന് നമ്മൾ പറയാലോ പഠനത്തിൽ നിന്ന് പഠനം നിർത്തി മറ്റു മേഖലയിലേക്ക് പോയിട്ടുള്ള യുവാക്കൾ ഇന്ന് കൃത്യമായിട്ടുള്ള അവരുടെ ഉന്നത വിദ്യാഭ്യാസം, അതുകൊണ്ട് നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷം ബിരുദധാരികളായിട്ടുള്ള ആളുകളുടെ എണ്ണം എന്ന് പറയുന്നത് ഇരട്ടിയാണ്. അഭ്യസ്തവിദ്യരായിട്ടുള്ള ടെക്നിക്കൽ മേഖലയിൽ തൊഴിലെടുക്കുന്ന ആളുകളുടെ എണ്ണം ഇരട്ടിയാണ്. അപ്പൊ സമസ്ത മേഖലയിലും വിദ്യാഭ്യാസപരമായി യുവാക്കളെ അവരുടെ, കാരണം നമുക്കറിയാലോ ഇന്ന് മസ്തിഷ്കം, ഏറ്റവും ബുദ്ധിയുള്ള മസ്തിഷ്കമുള്ള യുവാക്കളെ എവിടെയെന്ന് ചോദിച്ചത് ഈ ഭാരതത്തിലാണ്. അതുകൊണ്ടാണ് ആ പഴയ കാലഘട്ടത്തിൽ, അതുകൊണ്ടാണ് ഇന്ത്യൻ യുവാക്കൾക്ക് എല്ലാ കാലഘട്ടത്തിലും ഡിമാൻഡ് ഉണ്ടായിരുന്നു. വിദേശ രാജ്യങ്ങളിലേക്ക് ഇന്ത്യൻ യുവാക്കളുടെ മസ്തിഷ്കത്തിന് കൃത്യമായിട്ടുള്ള സാധ്യതകൾ ഉണ്ടായിരുന്നു. പക്ഷെ ആ സാധ്യതകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് സ്വന്തം രാജ്യത്ത് നിങ്ങൾ സ്വന്തം രാജ്യത്തിന് വേണ്ടി ജോലിയെടുക്കുന്ന, നിങ്ങൾക്ക് ശമ്പളമായിക്കോട്ടെ, ബാക്കിയുള്ള ആനുകൂല്യങ്ങളായിക്കോട്ടെ, സേവന വേതന വ്യവസ്ഥകളായിക്കോട്ടെ, കൃത്യമായിട്ട് യുവാക്കളെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലേക്ക് ഭാരതത്തിന്റെ എക്കണോമിക് സിസ്റ്റം മാറി എന്നത് തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയൊരു പുരോഗതി. അതുകൊണ്ട് നമുക്ക് GDP ഒക്കെ ഇപ്പോൾ GST ഒക്കെ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നമുക്കറിയാം അതിനെതിരെ എന്തൊക്കെ പൊല്ലാപ്പുകളാണ് ഉണ്ടാക്കുന്നത്. അത് ഏറ്റവും എതിർത്തിരുന്ന ഒരാൾ നമ്മുടെ തോമസ് ഐസക്കും മറ്റൊരു ചിദംബരവുമാണ്. ഒന്നര കേരളത്തിന്റെ ധനകാര്യമന്ത്രിയായിരുന്ന ആളാണ്, മറ്റൊരാള് കേന്ദ്രത്തിന്റെ ധനകാര്യമന്ത്രിയായിരുന്ന ആളാണ്. ഇന്ന് നോക്കൂ, നമ്മുടെ യുവാക്കള് GST വന്നതിന് ശേഷം ആ മേഖലയിൽ ഉണ്ടായിട്ടുള്ള യുവാക്കളുടെ തൊഴിൽപരമായിട്ടുള്ള എണ്ണം എന്ന് പറയുന്ന ലക്ഷക്കണക്കിന് ആളുകൾ. ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഈ GST ടാക്സ് മേഖലയുമായി ബന്ധപ്പെട്ട് ഒരു പ്രത്യേക സെക്ടർ തന്നെ ഒരു കോഴ്സ് എന്ന രീതിയിൽ തന്നെ വന്നു എന്നുള്ളത് നമ്മുടെ രാഷ്ട്ര പുരോഗതിക്ക് അഭ്യസ്തവിദ്യരായിട്ടുള്ള ചെറുപ്പക്കാർ റെഡിയാകുന്ന, മസ്തിഷ്കമുള്ള ചെറുപ്പക്കാർ റെഡിയാക്കുന്നതിനെയാണ് നമ്മൾ അതിനെ കാണുന്നത്.